നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് ഇന്ന് ജനുവരി 30 ഇന്ത്യയുടെ ഹൃദയത്തിലേക്ക് സംഘപരിവാറിന്റെ വർഗീയ പ്രത്യയശാസ്ത്രം നിറയൊഴിച്ചിട്ട് 78 വർഷങ്ങൾ തികയുകയാണ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഓർമ്മിപ്പിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിഷ്ഠൂരമായ രാഷ്ട്രീയ കൊലപാതകത്തെയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ പടത്തലവൻ ഒരു ഇന്ത്യക്കാരനാൽ തന്നെ വധിക്കപ്പെട്ടത് ലോകം ഞെട്ടലോടെ അവിശ്വസനീയതയോടെ നോക്കി നിന്ന നിമിഷം. ഗാന്ധിജിയെ വധിച്ചത് ഗോഡ്സെ എന്ന ഒരു വ്യക്തിയല്ല, അയാൾ സംഘപരിവാർ ഉയർത്തുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിന്റെ ആൾരൂപങ്ങളിൽ ഒന്ന് മാത്രമാണ്. വൈവിധ്യങ്ങളെയും മതേതരത്വത്തെയും ശത്രുവായി കാണുന്ന വിഷലിപ്തമായ വർഗീയ അജണ്ടയാണ് കൊലയാളിയിലൂടെ അന്ന് വെളിപ്പെട്ടത്. ആ വിപത്ത് എന്നും നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും ആക്രമിച്ച് തകർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗാന്ധിജി അവർ ഇന്നും ഭയപ്പെടുന്നത് എന്തിനാണ്? ഉത്തരം വളരെ ലളിതമാണ്. സംഘപരിവാർ വിഭാവനം ചെയ്യുന്ന വിദ്വേഷത്തിന്റെയും അപരവൽക്കരണത്തിന്റെയും രാഷ്ട്രീയത്തിന് നേർവിപരീതമായ ഒന്നാണ് ഗാന്ധിജിയുടെ ജീവിതവും ദർശനവും. വർഗീയതയിലൂടെ ഒരു രാഷ്ട്രീയം, ഒരു സംസ്കാരം എന്ന ഏകശിലാത്മക അജണ്ട അവർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ വൈവിധ്യങ്ങളെയും വിയോജിപ്പുകളെയും നെഞ്ചോട് ചേർക്കുന്ന ബഹുസ്വരതയുടെ ഇന്ത്യക്ക് വേണ്ടിയാണ് ഗാന്ധിജി നിലകൊണ്ടത്. മതനിരപേക്ഷതയോടുള്ള അദ്ദേഹത്തിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെ ഭയപ്പെടുത്തുന്നത് കൊണ്ടാണ് അവർ അദ്ദേഹത്തെ വധിച്ചത്. ആ ഭയം ഇന്നും അവർക്കിടയിൽ നിലനിൽക്കുന്നു. ഗാന്ധിജിയുടെ ഓർമ്മകളെ പോലും സംഘപരിവാർ ഇന്ന് ഭയപ്പെടുകയാണ്. അതിന്റെ ഭാഗമായാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരിൽ നിന്ന് ഗാന്ധിജിയുടെ പേര് നീക്കം ചെയ്യാൻ അവർ തയ്യാറായത്. അല്ലേ? തീർച്ചയായും അതെ. ദരിദ്രരായ മനുഷ്യരിൽ ഒരാളാണ് താനെന്ന് പ്രഖ്യാപിച്ച ഗാന്ധിജിയെ സാധാരണക്കാരുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തി അടർത്തി മാറ്റാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയെ നിർവീര്യമാക്കാനും പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാനും കേന്ദ്രം നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ കേരളം ഉയർത്തുന്ന ബദൽ രാഷ്ട്രീയം ഗാന്ധിജിയുടെ വികേന്ദ്രീകൃത വികസന കാഴ്ചപ്പാടുകളുടെ തുടർച്ച കൂടിയാണ്. മതേതര പൈതൃകത്തെ തകർത്ത് വർഗീയതയുടെ മണിമന്ദിരങ്ങൾ പണിയുമ്പോൾ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ഇല്ലാതാക്കാൻ കിരാത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്, നടപ്പിലാക്കുകയാണ്. ഭിന്നാഭിപ്രായങ്ങളെ അടിച്ചമർത്തുന്ന ഏകാധിപത്യ പ്രവണതകൾക്കെതിരെ നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ അടിസ്ഥാന ശില സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാകണം. ചരിത്രത്തെ തിരുത്തി എഴുതാനും വർഗീയ കൊലയാളികളെ വീരനായകന്മാരായി അവരോധിക്കാനും ശ്രമിക്കുന്ന ശക്തികൾ രാജ്യത്തെ ഏകാധിപത്യത്തിലേക്ക് നയിക്കുകയാണ്. മതന്യൂനപക്ഷങ്ങളെയും ദളിത് വിഭാഗങ്ങളെയും വേട്ടയാടുന്ന വർഗീയ ഫാസിസത്തിന് മുന്നിൽ ഇന്ത്യയുടെ മതേതര പൈതൃകം അടിയറവ് വയ്ക്കില്ല എന്ന് നാം പ്രഖ്യാപിക്കേണ്ടതുണ്ട്, ഇല്ലേ? ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം വർഗീയ വിരുദ്ധ പോരാട്ടത്തിനുള്ള നിരന്തരമായ ആഹ്വാനമാണ്. അത് ഏറ്റെടുത്ത് ഒറ്റക്കെട്ടായി ജനാധിപത്യ മതേതര ഇന്ത്യക്കായി നമുക്ക് ഒന്നിച്ച് മുന്നേറാം. അവരെപ്പോഴും അങ്ങനെയാണ്, സ്നേഹികളെന്ന് പറയും. പക്ഷേ രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ശത്രുക്കൾക്ക് ഒറ്റിക്കൊടുക്കും. ജാതിയില്ലെന്ന് പറയും, പക്ഷേ തുല്യതയ്ക്കെതിരായ നിയമത്തെ അട്ടിമറിക്കും. പാവങ്ങളെക്കുറിച്ച് പറയും, പക്ഷേ കോർപ്പറേറ്റുകൾക്ക് പരവതാനി വിരിക്കും. ഹൈന്ദവരാണെന്ന് പറയും, പക്ഷേ സവർണതയെ ഉയർത്തും. ഭീകരതയെ വിമർശിക്കും, പക്ഷേ ഏറ്റവും വലിയ ഭീകരതയ്ക്ക് നേതൃത്വം നൽകും. കൂപ്പുകൈയോടെ നിൽക്കും, പക്ഷേ നിറത്തോക്കുകൊണ്ട് വെടിയുതിർക്കും. സംഘഭീകരത നമ്മുടെ രാഷ്ട്രപിതാവിനെ വെടിവെച്ച കൊന്ന ദിനം വെടിയേറ്റ് വീണ
പൂന്തോട്ടത്തിൽ നിന്ന് മഹാത്മാഗാന്ധിയുടെ മൃതദേഹം ബിർള ഹൗസിലേക്ക് കൊണ്ടുപോയി. ഏതാനും ദിവസം മുമ്പ് അദ്ദേഹം അവസാനമായി തിരിച്ച ചർക്കയ്ക്കടുത്ത് ആ വൈക്കോൽ കിടക്കയിൽ കിടത്തി. രക്തത്തിൽ കുതിർന്ന മുണ്ടിനുമേൽ ഒരു കമ്പിളി പുതപ്പിച്ച് ഇട്ടു. അദ്ദേഹത്തിന്റെ സ്വന്തമായ സാധനങ്ങൾ ആരോ ആ കിടക്കയ്ക്കരികിൽ കൊണ്ടുവന്നു. മരം കൊണ്ടുള്ള മെതിയടികൾ, വെടിയേറ്റ സമയത്ത് അദ്ദേഹം ധരിച്ചിരുന്ന ചെരുപ്പുകൾ, 3 വാനര പ്രതിമകൾ, അദ്ദേഹത്തിന്റെ ഗീത, ഇംഗർസോൾ വാച്ച്, ഭംഗിയായി മിനുക്കിയ കോളാമ്പി, യർവോധ ജയിലിലെ സ്മാരകമായ തകരപാത്രം. വിളറി വെളുത്ത ദുഃഖത്തോടെ ഭിത്തിയിൽ തലചാരി തറയിൽ പിടഞ്ഞിരുന്ന നെഹ്റുവിന്റെ സുമുഖഭാവങ്ങൾ കണ്ണീരിൽ മുങ്ങിയപ്പോൾ ഏതാനും അടി അകലെ ഇടിവെറ്റേറ്റ പോലെ സർദാർ പട്ടേൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മൃദുവായ ഒരു ശബ്ദം, ചലനം ആ മുറിയിലൂടെ അലയടിച്ചു. മുന്നൊരുക്കം കൂടാതെ രൂപം കൊണ്ട ഗാന്ധിയുടെ ശവമഞ്ച പീഠത്തിന് ചുറ്റുമിരുന്ന് സ്ത്രീകൾ ഗീത ഉരുവിട്ടു. 1 ഡസനോളം എണ്ണവിളക്കുകളുടെ പാടല പ്രകാശം മഹാത്മാവിന്റെ ശരീരത്തിന് ദുഃഖമയവും ശാന്തവും പരിവേഷവും ചാർത്തി സാമ്പ്രാണിയുടെ സുഗന്ധം വായുവിൽ തങ്ങി നിന്നു. മനുഷ്യത്വത്തിനു വേണ്ടി പ്രവഹിച്ച അസഖ്യം അപൂർവാശയങ്ങളുടെ ഉറവിടമായിരുന്നല്ലോ അത്. ഗാന്ധിയുടെ മുഖഭാവങ്ങളുടെ ഒരു സ്ഥിരഭാഗമായിരുന്ന ഉരുക്കുചട്ടങ്ങളുള്ള കണ്ണട ആരോ എടുത്തു മാറ്റിവെച്ചിരുന്നു. വിസ്മയകരമായ ഒരു പ്രശാന്തത ആ മുഖത്തെ ആവരണം ചെയ്തിരുന്നു. ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ്. ജവഹർലാൽ നെഹ്റു പ്രസംഗിച്ചു. നമ്മുടെ ജീവിതങ്ങളിൽ നിന്ന് പ്രകാശം നിഷ്ക്രമിച്ചു. സാർവത്രികമായ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. ഏത് വെളിച്ചത്തിന്റെ തിരോധാനത്തെ കുറിച്ചാണോ നെഹ്റു വിലപിച്ചത്, ആ വെളിച്ചം ഇന്ത്യക്ക് എന്ന പോലെ ലോകത്തിനും അവകാശപ്പെട്ടതായിരുന്നു. 1948 ജനുവരി 30 ആ വെളിച്ചം എന്നേക്കുമായി അണഞ്ഞു. തളർന്നാലും ഇല്ലെങ്കിലും ഹേ മനുഷ്യ, നീ വിശ്രമിക്കരുത്. ഗാന്ധിയുടെ അധ്യാപനങ്ങളും മാനവികതയും മതേതരത്വവും മഹാത്മാവിന്റെ രക്തസാക്ഷിത്വം എന്നും സ്മരിക്കുന്നു. ജയ് ഹിന്ദ്.